അടുത്തത് നാലാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഫോഴ്സാണ് നമുക്ക് നോക്കേണ്ടത്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് അല്ലേ. അപ്പൊ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട ഏതോ ഒരു ഫോഴ്സാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ ആറ്റത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആറ്റം എന്ന് പറയുന്ന അകത്ത് സെൻട്രലായിട്ട് ഒരു ചെറിയ റീജിയൻ ഉണ്ട്, കോറുണ്ട്. ആ കോറിനെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണുള്ളത് അല്ലെ. ആറ്റത്തിൽ ഇലക്ട്രോൺ ഒഴികെയുള്ള ബാക്കി പാർട്ടിക്കിൾസ്, പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണ്. ഒരു ന്യൂക്ലിയസിന് എന്തുമാത്രം വലിപ്പം ഉണ്ടാവും? നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒരു ന്യൂക്ലിയസിന് എത്ര വലിപ്പം ഉണ്ടായിരിക്കും? ഉദാഹരണത്തിന് ഞാനൊരു കമ്പാരിസൺ ഒന്ന് പറയാം. നിങ്ങളുടെ ക്ലാസ് റൂം നിങ്ങളൊരു ആറ്റമായിട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ് റൂം ഒരു ആറ്റമായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് എത്രമാത്രം വലിപ്പം ഉണ്ടാവും? നിങ്ങളുടെ ക്ലാസ് റൂം ഒരു ആറ്റമാണെങ്കിൽ ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് എത്ര വലിപ്പം ഉണ്ടായിരിക്കും എന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നിങ്ങളുടെ ക്ലാസ്സിൽ കിടക്കുന്ന ഡെസ്കിന്റെ എത്ര വലിപ്പം ഉണ്ടാവും? അല്ലെങ്കിൽ ബെഞ്ചിന്റെ എത്ര വലിപ്പം? അല്ലെങ്കിൽ ബോർഡിന്റെ എത്ര വലിപ്പം? എത്ര വലിപ്പം ഉണ്ടായിരിക്കും ന്യൂക്ലിയസിന്? ന്യൂക്ലിയസിന് നിങ്ങൾ എഴുതുന്ന പേനയുടെ ടിപ്പിന്റെ എത്ര വലിപ്പമായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ എഴുതുന്ന പേനയുടെ ബോൾ പോയിന്റ് പെന്നിന്റെ ആ ബോളില്ലേ, മഷി വരുന്ന ആ ബോളിന്റെ എത്ര വലിപ്പമായിരിക്കും? ആ ടിപ്പിന്റെ എത്ര വലിപ്പമായിരിക്കും ഉണ്ടായിരിക്കുക? അത്രത്തോളം ചെറുതാണ് ഒരു ന്യൂക്ലിയസിന്റെ വലിപ്പം. അപ്പൊ ഒരു ആറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫ്രീ സ്പേസ് ആണ് അല്ലെ. ക്ലാസ് റൂം ഒരു ആറ്റമാണ്, പേനയുടെ ടിപ്പാണ് ന്യൂക്ലിയസ് എങ്കിൽ അതിന് ഇടയ്ക്ക് ഒരുപാട് ഫ്രീ സ്പേസ് ഉണ്ട്. അപ്പൊ ആറ്റത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഫ്രീ സ്പേസ് ആണ്. ആ ഫ്രീ സ്പേസിലാണ് ഇലക്ട്രോണുകൾ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതുവഴി ഇതുവഴിയൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ ന്യൂക്ലിയസ് ഒരു ആറ്റത്തിൽ ഏറ്റവും ചെറിയ റീജിയൻ ആണ് ന്യൂക്ലിയസ്. പക്ഷേ റീജിയൻ വളരെ ചെറുതാണെന്നേ ഉള്ളൂ അല്ലെ, വോളിയം വളരെ കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നുണ്ട്. ആറ്റത്തിലുള്ള ബാക്കി ഇലക്ട്രോൺ ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടിക്കിൾസും ഇരിക്കുന്നത് എവിടെയാണ്? ഈ കുഞ്ഞ് ന്യൂക്ലിയസിനുള്ളിലാണ്. ഇനി ഈ കുഞ്ഞ് ന്യൂക്ലിയസിനുള്ളിൽ ഇവരെങ്ങനെയാണ് ഇത്രയും പേര് പ്രോട്ടോൺസും ന്യൂട്രോൺസും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ന്യൂട്രോൺസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം ന്യൂട്രോൺസ് ന്യൂട്രലാണ്, അതായത് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ്. പക്ഷെ പ്രോട്ടോണുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം പ്രോട്ടോണുകൾ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ്, അഥവാ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. കുറച്ചു മുമ്പ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. റെസ്റ്റിലുള്ള രണ്ട് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് ഒരേപോലത്തെ ചാർജ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സും, വ്യത്യസ്ത ചാർജുകളാണെങ്കിൽ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സും ആയിരിക്കും. ഇവിടെ ന്യൂക്ലിയസിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോണുകളാണ് ഇരിക്കുന്നത്, ശരിയാണോ? അപ്പൊ ഒരു പ്രോട്ടോൺ തൊട്ടടുത്ത പ്രോട്ടോണിനെ എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. ഒരു പ്രോട്ടോൺ തൊട്ടടുത്ത പ്രോട്ടോണിനെ എന്താ ചെയ്യുക? റിപ്പലാണ് ചെയ്യുക. അപ്പോൾ പ്രോട്ടോണുകൾക്കിടയിൽ എന്തുണ്ട്? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. പ്രോട്ടോണുകൾക്കിടയിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അത് പരസ്പരം എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. അപ്പൊ ഈ റിപ്പൾസീവ് ഫോഴ്സിനെയൊക്കെ ഓവർകം ചെയ്ത് പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്തണമെങ്കിൽ അവർക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് വേണ്ടേ? ആ സ്ട്രോങ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് നിർത്തുന്നത്, ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് ബൈൻഡ് ചെയ്യാന്നാണ്. ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിർത്തുക. അപ്പോ ഒരു ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന സ്ട്രോങ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഫോഴ്സിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് ചാർജിനെയോ മാസിനെയോ ഡിപ്പെൻഡ് ചെയ്യില്ല. ചാർജിനെയോ മാസിനെയോ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോ ചാർജ് ആൻഡ് മാസ് ഇൻഡിപെൻഡന്റ് ആണ്. ചാർജിനെയും മാസിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത, ചാർജിനെയും മാസിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതേ ഉള്ളൂ. ന്യൂക്ലിയസിനകത്തുള്ള രണ്ട് പ്രോട്ടോണുകൾക്കിടയിൽ എന്തനുഭവപ്പെടും? നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടും. രണ്ട് ന്യൂട്രോണുകൾക്കിടയിലും എന്തനുഭവപ്പെടും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടും. ഒരു പ്രോട്ടോണിനും ഒരു ന്യൂട്രോണിനും ഇടയിലും എന്ത് ചെയ്യും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടും. ഈ മൂന്ന് ഫോഴ്സുകളും സെയിം ആയിരിക്കും. ഈ മൂന്ന് ഫോഴ്സുകളും എന്തായിരിക്കും? സെയിം. അതായത് പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന അതേ ഫോഴ്സ് തന്നെയാണ്
ന്യൂട്രോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്നത്. അതേ ഫോഴ്സ് തന്നെയാണ് പ്രോട്ടോണിനും ന്യൂട്രോണിനും അനുഭവപ്പെടുന്നത്. പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജാണ്, ഒരേ മാസ്സാണ്, ഒരേ ചാർജാണ്. ന്യൂട്രോണും എടുത്തു കഴിഞ്ഞാൽ ഒരേ മാസ്സാണ്, പക്ഷെ അവർക്ക് ചാർജ് ഇല്ല. പ്രോട്ടോണും ന്യൂട്രോണും എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും വ്യത്യസ്ത ചാർജുകളാണ്, ഒരാൾക്ക് ചാർജ് ഉണ്ട്, ഒരാൾക്ക് ചാർജ് ഇല്ല, വ്യത്യസ്ത മാസുകളുമാണ്. അപ്പോൾ ഈ ഫോഴ്സുകളെല്ലാം ഈ മൂന്ന് പെയറിനിടയിലും അനുഭവപ്പെടുന്നത് ഒരേ ഫോഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഫോഴ്സ് ചാർജിനെയും മാസിനെയും എന്ത് ചെയ്യുന്നില്ല എന്നാണ്, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചാർജിനെയും മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചായിരുന്നു അല്ലെ. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ന്യൂട്ടന്റെ ലോ അനുസരിച്ച് അത് M1നും M2നും പ്രപ്പോർഷനാണ്, രണ്ട് മാസുകളുടെ പ്രോഡക്റ്റിന് പ്രപ്പോർഷനാണ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. കൂളോംസ് ലോ അനുസരിച്ച് അത് ചാർജിന്റെ പ്രോഡക്റ്റിന് എന്താണ്? പ്രപ്പോർഷണൽ. അപ്പൊ അത് രണ്ടും മാസിനെയും ചാർജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. പക്ഷെ ഇത് ചാർജിനെയോ മാസിനെയോ ഡിപ്പെൻഡ് ചെയ്യില്ല. എല്ലാ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾക്കിടയിലും അനുഭവപ്പെടുന്നത് ഒരേ തരത്തിലുള്ള ഫോഴ്സ് ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ഇത് ഷോർട്ട് റേഞ്ച് ആണ്. അതായത് ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസിൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ, അതിന് പുറത്തേക്ക് വരില്ല. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിപ്പം വളരെ കുറവാണ്. അപ്പോൾ വളരെ ചെറിയ ദൂരത്തിൽ മാത്രമേ ഈ ഫോഴ്സ് എന്ത് ചെയ്യത്തുള്ളൂ, അനുഭവപ്പെടുത്തുള്ളൂ. അപ്പോൾ ഷോർട്ട് റേഞ്ച് ആണ്. ഏതാണ്? ഷോർട്ട് റേഞ്ച്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഏതാണ്? ആ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സ് നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ രണ്ട് ന്യൂക്ലിയർ ഫോഴ്സും ഷോർട്ട് റേഞ്ച് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലോങ് റേഞ്ച് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും എന്താണ്? ലോങ് റേഞ്ച് ആണ്. അപ്പൊ രണ്ട് ലോങ് റേഞ്ച് ഫോഴ്സും രണ്ട് ഷോർട്ട് റേഞ്ച് ഫോഴ്സും പറഞ്ഞു. മൂന്നാമത്തെ ഈ ഫോഴ്സിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്. നമ്മുടെ നേച്ചറിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇതിനേക്കാളും വലിയ ഫോഴ്സ് നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ സ്ട്രോങ്സ്റ്റ് ഇന്ററാക്ടിങ് ഫോഴ്സ് ആണ് ഏത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ഇത് മൂന്നുമാണ് ഈ ഫോഴ്സിന്റെ പ്രത്യേകത. അപ്പൊ 4 ഫോഴ്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, മൂന്നാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, നാലാമത് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺസർവേഷൻ ലോസ് ആണ്. കൺസർവേഷൻ ലോസ് ഇൻ ഫിസിക്സ്. ഫിസിക്സിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന 4 കൺസർവേഷൻ ലോസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ കൺസർവേഷൻ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. രണ്ടാമത്തെ കൺസർവേഷൻ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. മൂന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നാലാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഈ 4 ലോസ് ആണ് നമുക്കുള്ളത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. കാര്യം ഈ 4 കൺസർവേഷൻ ലോയും നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ വളരെ വിശദമായിട്ട് പഠിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിന്റെ 4 പേരും ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം എന്നേ ഉള്ളൂ. അടുത്ത ചാപ്റ്ററുകളിൽ നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ലോ നോക്കൂ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? പറയാം, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അല്ലെ, എനർജി നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കാൻ സാധിക്കില്ല, ഉള്ള എനർജി നമുക്ക് നശിപ്പിക്കാനും സാധിക്കില്ല. നമുക്ക് ആകെ പറ്റുന്ന ഒരു കാര്യം എന്താണ്? എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. ശരിയാണോ? ഇതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അല്ലെ, കേട്ടിട്ടുള്ളതാണ്. അപ്പൊ എനർജി കൺവേർഷൻ മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലാതെ എനർജി നശിപ്പിക്കാനോ എനർജിയെ നിർമ്മിക്കാനോ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. ഇപ്പൊ ഈ റൂമിൽ, ഈ സ്റ്റുഡിയോയിൽ ഇട്ടിരിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി കൺവേർഷൻ ആണ് അല്ലെ, ഇലക്ട്രിസിറ്റിയെ ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നു. ഇവിടുത്തെ ഫാൻ എന്ന് പറയുന്നതും ഒരു എനർജി കൺവേർഷൻ ആണ്, ഇലക്ട്രിസിറ്റി എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അങ്ങനെ ധാരാളം എനർജി കൺവേർഷൻസ് നമുക്ക് ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ എനർജി കൺവേർഷൻസ് വരുന്നത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ മറ്റ് പല ഫോമിലേക്കും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ഇത്രയും പോപ്പുലർ ആവാൻ കാരണം അതാണ്. അതിനെ നമുക്ക് ഒരുപാട് ഫോമുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. മറ്റ് ഫോമിലുള്ള എനർജിയെക്കാളും ഇലക്ട്രിക്കൽ എനർജിയെ വ്യത്യസ്ത ഫോമുകളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി നമ്മുടെ നിത്യജീവിതത്തിനെ അത്രയധികം എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. എനിവേ, ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്.
അതും ഇതുപോലെ തന്നെയാണ്. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജ് നമുക്ക് നിർമ്മിക്കാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. ആകെ പറ്റുന്ന ഒരു കാര്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോഴൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്, അത് എക്സ്പെരിമെന്റ് ആണോ എന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്തതെന്ന് അറിയില്ല അല്ലെ, പലരും ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ചീപ്പ് അല്ലെങ്കിൽ പെന്നൊക്കെ നമ്മുടെ മുടിയിൽ ഇട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം ചെറിയ പേപ്പർ പീസിൽ ഇങ്ങനെ കാണിച്ചു നോക്കിയാൽ ആ പേപ്പർ പീസ് ഈ ചീപ്പിൽ അല്ലെങ്കിൽ ഈ പെന്നിൽ വന്ന് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യുന്നതായിട്ട്, ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെറിയ കുട്ടിയായിരുന്നപ്പോഴൊക്കെ? ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്ത് നോക്കിയാലും മതി. ഇപ്പൊ നിങ്ങൾ വലിയ കുട്ടികളൊന്നും ആയിട്ടില്ല, ഇപ്പോഴും ചെറിയ കുട്ടികൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ചീപ്പ് നമ്മുടെ തലയിൽ ഇങ്ങനെ ഉരയ്ക്കുക. അപ്പൊ തലയിൽ ഓയിൽ കണ്ടന്റ് കാണാൻ പാടില്ല, എണ്ണമയം കാണാൻ പാടില്ല. ഡ്രൈ ആയിട്ടുള്ള ഹെയർ, നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഹെയറിൽ പ്ലാസ്റ്റിക് ചീപ്പ് അല്ലെങ്കിൽ പെന്നായാലും മതി, ഇങ്ങനെ നന്നായിട്ട് ഉരയ്ക്കുക. ഉരച്ചതിന് ശേഷം ചെറിയ പേപ്പർ, ചെറിയ പീസ്, വലിയ പീസല്ല, നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് അല്ല ഉദ്ദേശിച്ചത്, ബുക്ക് പേപ്പർ, ചെറിയ ചെറിയ പേപ്പർ ബിറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ ബിറ്റ്സ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഉരച്ച ചീപ്പിലോ അല്ലെങ്കിൽ പെന്നിലോ വന്ന് ഒട്ടിപ്പിടിക്കും, അറ്റാച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ചീപ്പ് പേപ്പർ ബിറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഈ പേനയിലെ ചാർജാണ്, അല്ലെങ്കിൽ ഈ ചീപ്പിലെ ചാർജാണ്. നമ്മൾ ചീപ്പ് അല്ലെങ്കിൽ പേന ഉപയോഗിച്ച് നമ്മുടെ ഹെയറിൽ, മുടിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നു. ചാർജ് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റപ്പെടുന്നു. എവിടെ നിന്ന് എങ്ങോട്ടാണ് മാറ്റപ്പെടുന്നത്? നമ്മുടെ മുടിയിൽ നിന്ന് ഇലക്ട്രോണുകൾ ചീപ്പിലേക്ക് മാറുന്നു. അപ്പൊ മുടിക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു, ചീപ്പിന് ഇലക്ട്രോണുകൾ കിട്ടുന്നു. മുടിയിൽ നിന്ന് പോകുന്ന ഇലക്ട്രോണുകൾ ചീപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ പോകുന്ന മുടിക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ കിട്ടുന്ന ചീപ്പിന് നെഗറ്റീവ് ചാർജും കിട്ടും. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ എന്നാണ്. ഘർഷണം, ഫ്രിക്ഷൻ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഘർഷണം. അപ്പൊ നമ്മളിവിടെ വരയ്ക്കുമ്പോൾ ഒരു ചെറിയ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ കാരണം അവിടെ ചെറുതായിട്ട് ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് കാരണം മുടിയിലുള്ള ഇലക്ട്രോണുകൾ ചീപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പെന്നിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അവിടെ ആ ബ്രഷിൽ അല്ലെങ്കിൽ ആ ചീപ്പിൽ ചാർജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നീട് അത് പേപ്പറിൽ കാണിക്കുമ്പോഴത്തേക്ക് പേപ്പർ അതിലേക്ക് എന്ത് ചെയ്യുന്നത്, ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പൊ ആ ചാർജ് പുതുതായിട്ടുണ്ടായ ചാർജ് ആണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ മുടിയിൽ പിടിച്ച് വരയ്ക്കുമ്പോൾ ചീപ്പിൽ വന്ന ചാർജ് പുതുതായിട്ടുണ്ടായ ചാർജ് അല്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാർജ് അല്ല, അത് ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്തതാണ്. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്? നമ്മുടെ ഹെയറിൽ നിന്ന് ചീപ്പിലേക്ക് എന്ത് ചെയ്തതാണ്, ട്രാൻസ്ഫർ ചെയ്തതാണ്. അങ്ങനെ ചാർജ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ, അല്ലാതെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ എന്ത് ചെയ്യാൻ കഴിയില്ല, സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. എന്താണ് ഈ ലീനിയർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ ആക്കം എന്ന് പറയും അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് P is equal to mv, അതാണ് ലീനിയർ മൊമെന്റം. P ആണ് നമ്മൾ ലീനിയർ മൊമെന്റത്തെ സാധാരണ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ. P എന്ന് പറയുന്നത് ആരുടെയൊക്കെ പ്രോഡക്റ്റ് ആണ്, ആരുടെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മാസിന്റെയും വെലോസിറ്റിയുടെയും അല്ലെ. ഒരു ബോഡിയുടെ മാസിനെ ആ ബോഡി സഞ്ചരിക്കുന്ന വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ബോഡിയുടെ എന്ത് കിട്ടും, ആക്കം കിട്ടും അല്ലെ, മൊമെന്റം കിട്ടും. പക്ഷേ രണ്ട് തരത്തിലുള്ള മൊമെന്റം ഉണ്ട്. നേരെ പോകുന്ന ബോഡിയുടെ മൊമെന്റവും കറങ്ങുന്ന ബോഡിയുടെ മൊമെന്റവും. ശരിയാണ്. അപ്പൊ നേരെ പോകുന്ന ബോഡിയുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ബോഡിയുടെ മൊമെന്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് ലീനിയർ മൊമെന്റം എന്നും, കറങ്ങുന്ന വസ്തുക്കളുടെ മൊമെന്റത്തെ വിളിക്കുന്ന പേര് ആംഗുലാർ മൊമെന്റം എന്നാണ്. അപ്പൊ നമ്മൾ ഇതുവരെ 10ാം ക്ലാസ് വരെ മൊമെന്റം എന്ന് മാത്രമേ കേട്ടിട്ടുണ്ടായിരിക്കൂ. മൊമെന്റം എന്ന് പറയുന്നത് P is equal to mv ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇനി മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൺഫ്യൂഷൻ വരും, രണ്ട് മൊമെന്റങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ മൊമെന്റത്തെ വെറും മൊമെന്റം എന്നല്ല പറയേണ്ടത്, ലീനിയർ മൊമെന്റം എന്ന് പറയണം. എന്താ പറയണ്ടേ? ലീനിയർ മൊമെന്റം. കാര്യം മറ്റൊരു മൊമെന്റം കൂടി ഉണ്ട്, അതിന്റെ പേര് എന്താണ്? ആംഗുലാർ മൊമെന്റം ആണ്. ഇത് ആക്ച്വലി നിങ്ങൾ ഈ ആംഗുലാർ മൊമെന്റത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല. നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കും. ഈ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു സിസ്റ്റത്തിന്റെ, അതായത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ ലീനിയർ മൊമെന്റം, ടോട്ടൽ മൊമെന്റം, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴും ലീനിയർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ഒരു സിസ്റ്റത്തിന്റെ ആംഗുലാർ മൊമെന്റവും എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആക്ച്വലി നിങ്ങൾ ഈ കൺസർവേഷൻ ലോസ് ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത് എന്താണെന്ന് ചോദിക്കും,
എക്സാമിന് ഇത് എന്താണെന്ന് ചോദിക്കും. പക്ഷെ അതിപ്പോൾ ഈ ചാപ്റ്ററിലല്ല ചോദിക്കുന്നത്, നമ്മൾ അടുത്ത് വരുന്ന ചാപ്റ്ററുകളിലാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത് ഏതൊക്കെ കൺസർവേഷൻ ലോസ് ഉണ്ട് എന്ന് മാത്രം എന്ത് ചെയ്തിരുന്നാൽ മതി, അറിഞ്ഞാൽ മതി. ഓക്കെ, എൻ്റെ പേരുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഫിസിക്സിലെ പ്രധാനപ്പെട്ട കൺസർവേഷൻ ലോസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഈ 4 കൺസർവേഷൻ ലോസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞത് ഫണ്ടമെന്റൽ ഫോഴ്സസ് അല്ലെ, ഫണ്ടമെന്റൽ ഫോഴ്സസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കൺസർവേഷൻ ലോസ് നമ്മൾ പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, ഫണ്ടമെന്റൽ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചു. അടുത്തത് കൺസർവേഷൻ ലോസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ചാപ്റ്ററുകളിൽ എന്ത് ചെയ്യും, പഠിക്കും. ഈ 2 ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ ഒരു ചാപ്റ്റർ, അങ്ങനെയാണെങ്കിൽ ഈ 15 ചാപ്റ്ററും പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഇങ്ങനെയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ, എക്സാമിന്റെ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്കിനാണ് മാക്സിമം ഇതിൽ നിന്ന് ചോദിക്കുക. അതും ഈ 2 ടോപ്പിക്കുകളിൽ ഏതെങ്കിലും, അത് മിക്കവാറും ഒക്കെ ഫണ്ടമെന്റൽ ഫോഴ്സിൽ നിന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ. ഇനിയുള്ള ചാപ്റ്ററുകളൊന്നും ഇതുപോലെയല്ല, അത്യാവശ്യം വലിപ്പമുള്ള ചാപ്റ്ററുകളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങളെ നേരിൽ എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് ലൈവ് ക്ലാസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നേരിൽ കാണാൻ പറ്റും. അല്ലാത്ത ഇപ്പോഴത്തെ ക്ലാസ്, റെക്കോർഡർ ക്ലാസ്സിൽ നിങ്ങൾ നേരിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ബാച്ചിനായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ സംശയങ്ങൾ അയയ്ക്കുക. അടുത്ത ദിവസം ഈ സംശയങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. അപ്പോൾ ക്ലാസ് കേൾക്കുക, മനസ്സിലാക്കുക, അതിനുശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിലിടുക. അതിൻ്റെ സംശയങ്ങളെല്ലാം ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിലൂടെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ടും നിങ്ങളുടെ കയ്യിലെത്തും. ഇത് നമ്മുടെ ക്ലാസ് എടുത്തതാണ്. ഇനി ഇതിൻ്റെ നോട്ട് ഉണ്ടാവും അല്ലെ, ഒരു പ്രിന്റഡ് നോട്ട് ഉണ്ടാവും. അത് നിങ്ങളുടെ എത്തും, അത് നിങ്ങളുടെ പാരൻസിനെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മുൻ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ആ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, നമുക്കത് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. Which one of the following fundamental force in nature binds protons and neutrons in a nucleus? ഒരു ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതാണ് എന്നാണ് ചോദ്യം. ഒരു ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതാണ് എന്നായിരുന്നു ആ വർഷത്തെ ചോദ്യം. ഏതാണ് ഒരു ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ്. അടുത്ത ഒരു ചോദ്യം ഇതായിരുന്നു. Which one of the following is present between all objects in the universe? യൂണിവേഴ്സിലുള്ള എല്ലാ ഓബ്ജക്റ്റുകൾക്കിടയിലും പ്രസന്റ് ആയിട്ടുള്ള ഫോഴ്സ്, ബലം ഏതാണ് എന്നാണ് ചോദ്യം. യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ്. അവർ ഓപ്ഷനായിട്ട് തരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നോക്കൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് എല്ലാ വസ്തുക്കൾക്കും ഇടയിൽ അനുഭവപ്പെടുന്നത്. കാരണം എല്ലാ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്, മാസ് ഉണ്ട്. അപ്പോൾ മാസുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഏത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നത് ചാർജുകൾക്കിടയിൽ മാത്രമാണ്. അപ്പോൾ ചാർജ് ഇല്ലാത്ത ബോഡികൾക്കിടയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്സ്പീരിയൻസ് ചെയ്യില്ല. അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സും അനുഭവപ്പെടുന്നത് മൂവിങ് ചാർജസിന് മാത്രമാണ്, റെസ്റ്റിലുള്ള ചാർജിന് അനുഭവപ്പെടില്ല. അതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകൾക്കും ന്യൂട്രോണുകൾക്കും മാത്രമാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്
യൂണിവേഴ്സിലെ എല്ലാ ഓബ്ജക്റ്റുകൾക്കിടയിലും അനുഭവപ്പെടുന്നത്, മാസിന് ഇടയിൽ അനുഭവപ്പെടുന്നതാണ്. എല്ലാ വസ്തുക്കൾക്കും മാസ് ഉള്ളതുകൊണ്ട് ആ ഫോഴ്സ് എല്ലാ വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടും എന്നുള്ളതാണ്. അടുത്തത്, ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ്. ചോദ്യം ഇതാണ്, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഡാഷ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ് എന്നാണ് ചോദ്യം. വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വീക്കസ്റ്റ് ഫോഴ്സ്. മറ്റൊരു ചോദ്യം, ചൂസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന്, പ്രസ്താവനകളിൽ നിന്ന് തെറ്റായിട്ടുള്ള പ്രസ്താവന, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഫോഴ്സ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, നമുക്കറിയാം. ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് ഏത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതിലൊരു തെറ്റുമില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവോ റിപ്പൾസീവോ ആകാം എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. അതും ശരിയാണ്, അട്രാക്റ്റീവോ റിപ്പൾസീവോ ആകാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്തുന്നു എന്നുള്ളതാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എമംഗ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഫണ്ടമെന്റൽ ഫോഴ്സസിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അത് തെറ്റാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നാലാമത്തെ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു വർഷം ചോദിച്ചിരിക്കുന്ന ചോദ്യം, ദ വീക്കസ്റ്റ് ഫോഴ്സ് ഫൗണ്ട് ഇൻ നേച്ചർ ഈസ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോ ഇത്രയും ചോദ്യങ്ങൾ പല വർഷങ്ങളിലായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും പല രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ഫോഴ്സുകളെ ഫോഴ്സിന്റെ സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്ക് അറേഞ്ച് ചെയ്യുക എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ശരിയാണോ? ഇപ്പോൾ സ്ട്രെങ്ത് കൂടി വരുന്ന മുറയ്ക്ക് ഫണ്ടമെന്റൽ ഫോഴ്സുകളെ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനുശേഷം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. അപ്പം നിങ്ങൾ ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട, ഫണ്ടമെന്റൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ കൺസർവേഷൻ ലോസ് ഏതും കൂടെയാണെന്ന് മനസ്സിലാക്കി പേര് മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. വിശദമായിട്ട് നമ്മൾ അടുത്ത് വരുന്ന ചാപ്റ്ററുകളിൽ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്.